ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു യാത്ര പോവാണ്. എവിടെയൊക്കെ അല്ല, നമ്മുടെ ഭൂമിയിലെ തന്നെ സ്വർഗമായ കാശ്മീരിലോട്ട് തന്നെയാണ് ഇപ്രാവശ്യവും ഞാൻ പോകുന്നുള്ളത്. 2 weeks ബാക്ക് പോയി വന്നതാണ്. എന്നാൽ ഇപ്രാവശ്യം പോകുന്നുള്ളത് നോർത്ത് ഇന്ത്യൻ റംസാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നുള്ളത്. ഇന്ന് നോമ്പ് 2 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് 7 മണിക്കാണ് നമ്മൾ ട്രെയിൻ വരുന്നുള്ളത്. ഒന്നുമല്ല, ഡൽഹി, ആഗ്ര, പിന്നെ അജ്മീർ, കശ്മീർ അവിടെ പോയിട്ട് അവിടുത്തെ ഇഫ്താറും നോമ്പും ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം എന്നൊരു രീതിയിലാണ് പോകുന്നുള്ളത്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് നോർത്ത് ഇന്ത്യയിൽ പോയി ഡൽഹി ജമാ മസ്ജിദ്, അതുപോലെ തന്നെ അജ്മീർ ദർഗ അവിടെയൊക്കെ പോയി ഇഫ്താർ, കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പോവുകയാണ്. ഇപ്പം സമയം 5:30 ആയിട്ടുണ്ട്. 7 മണിക്കാണ് നമ്മുടെ ട്രെയിൻ വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നിച്ചുള്ളത് എൻ്റെ +2 പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. അവർ രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നുള്ളത്. അവർക്ക് സ്നോ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അവർക്ക് ലീവ് വരുന്നുള്ളത് ഈ റംസാൻ മാസമാണ്. അവർ ഹോട്ടൽ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അവരും പറഞ്ഞിട്ടാണ് മെയിൻ പോകുന്നുള്ളത്. അതുപോലെ തന്നെ അവർ രണ്ടുപേരും പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഫ്രണ്ടായ സിനാനും, നമ്മൾ ടോട്ടൽ 4 പേരാണ് പോകുന്നുള്ളത്. അപ്പൊ ഇൻഷാല്ലാ ഈ യാത്രയുടെ സ്റ്റാർട്ട് ചെയ്യാന്ന്. ടോട്ടൽ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടില്ല. 15 ദിവസമാണ് പ്ലാൻ ചെയ്യുന്നുള്ളത്. ഡൽഹി, ആഗ്ര, പിന്നെ അജ്മീർ, കശ്മീർ അങ്ങനെയായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകത ഉണ്ട്. എൻ്റെ ആദ്യത്തെ സഫർ തെൻബിന്റെ ആദ്യത്തെ സ്പോൺസേഡ് ട്രിപ്പാണ്. സപ്നോക സഫർ എന്ന ഇൻസ്റ്റാഗ്രാം പേജാണ് നമുക്ക് ഈ ട്രിപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആദ്യമായിട്ട് തന്നെ താങ്ക്സ് പറയുന്നത് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. 7 മണിക്കാണ് ട്രെയിൻ വരുന്നുള്ളത്. ഇഫ്താറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അനിയനും സിസ്റ്ററും എന്നെ വിടാൻ വരുന്നുണ്ട്, റെയിൽവേക്ക് വിടാൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലാണുള്ളത്. അപ്പോൾ ബാക്കി കാഴ്ചകളായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചേട്ടാ ചേട്ടാ കരിയുന്നില്ലേ? എന്താ കരിയത്? നേരെ നോക്കിയിട്ട് പോ. ബൈ ബൈ. അങ്ങനെ നമ്മൾ റെയിൽവേയിലെത്തി, നോമ്പൊക്കെ തുറന്ന്. അപ്പോൾ ഞാൻ ആളെല്ലാം പരിചയപ്പെടുത്തി തരാം. ഇതാണ് സിനാൻ, എൻ്റെ നാട്ടിലത്തെ ഫ്രണ്ട്. സിനു. ഇത് കുറെ എൻ്റെ +2 പഠിച്ച ഫ്രണ്ടാണ്. അസ്കർ UK. പിന്നെ ഇത് മന, അസ്കറിൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്സാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ട്രെയിന് കുറച്ച് ലേറ്റാണ്. 7:20 എത്തുന്നു, 22 എത്തുമെന്ന് പറയുന്നുള്ളത്. അപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ട്രെയിനിൽ കയറി കാഴ്ച 2 ദിവസം കാക്കും കുറെ അങ്ങനെ അമ്മ സിനുക്ക് എന്തെടുത്തിട്ടുണ്ടായിരുന്നില്ല, ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ജനറൽ ടിക്കറ്റ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ TT ഫൈനൊക്കെ അടിച്ച് സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. സീറ്റില്ല, നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത് കിടക്കാം. ആ ഒരു രീതിയിലാണെന്നുണ്ട്. സീറ്റ് ഉണ്ടെങ്കിൽ പറയുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്ര സിനു ഫൈൻ അടിച്ചാ? 740 ആണ് ഫൈൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്ലസ് 530 ടിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു 5 minutes അങ്ങനെ എന്തോ ഹോൾട്ട് ഉണ്ട്. ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് മാംഗ്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് ആകെ ഒരു 11 സ്റ്റോപ്പ് നിസാമുദ്ദീനിലേക്ക് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങണം. രാവിലെ ആകുമ്പോൾ പൺവേലെത്തും. ബാക്കി കാഴ്ചകളൊക്കെ കാണും, ട്രെയിനിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ. നമ്മളെ സിനു നിസ്കരിക്കാതെ യാത്രയിലും നിസ്കാരം വിട്ട് കളിയില്ല. സിനു വിമാനോട് കൂടി ആടെ നിസ്കരിക്കുമ്പോൾ ഫുഡ് എടുത്തിട്ട് ഇരുന്നു. എന്തിനാ നിസ്കരിച്ചു ഫുഡ് ഫസ്റ്റ് ഫുഡ് പിന്നെ നിസ്കാരം. എന്ത് നിസ്കാരം? നിസ്കാര ഇങ്ങനെ ആ ചെക്കൻ നിസ്കരിക്കും നോക്കില്ല. ഈമാന്റെ പവർ ഇങ്ങനെ ഫുഡ് എടുത്തിട്ടിരിക്കും. ഒക്കെ അതെന്തില്ലെങ്കിൽ സിനുക്ക് കഴിയുന്നില്ല. പനി അങ്ങനെല്ലായിട്ട് ഒന്ന് ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്നുള്ളതാണ്. MBA സെക്കൻഡ് ഇയർ ആണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് കഴിയുന്നില്ല, നല്ല പനി അങ്ങനെ എല്ലാം ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് സിനു കഴിയാത്തതുകൊണ്ട് നിസ്കരിച്ചിട്ടോ ഫുഡിൽ കഴിച്ചിട്ട് ഉറങ്ങാൻ ആ ഒരു പ്ലാനാണ് സിനുള്ളത്. അപ്പോൾ അസ്കറിലൂടെ ഫുഡിനായിട്ട് ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. ആ പ്ലേറ്റിൽ കിട്ടി നമുക്ക് കുറേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കഴിക്കാനും പിന്നെ അറ്റാത്തിന് കഴിക്കാനും അങ്ങനെ എല്ലായിട്ട് കുറേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാം.
കൊറേ ഉണ്ട്. ഇനിയൊന്നും എടുക്കണം, തീരാല. ഇനിയൊന്നും എടുക്കണം. ചാലത്തൊന്നും അസ്കര തവാൻ്റെ എല്ലാം പുറത്ത് വരട്ടെ. ഇപ്പത്തൊന്നും കാണുമ്പോ എന്നെ വേറെ നോക്കിയത്. വേറെ പറഞ്ഞില്ലേ? വേറെ പറഞ്ഞില്ല അസ്കര ബൈലോട്ട് എടുക്കറോ? ചെക്കന് ഈ മണ്ണിൽ നിറവിടാം നിസ്കരിക്കുന്നുണ്ട്. സോപ്പ് ബിരിയാണി ഇതെങ്ങനെ ബേച്ച് തീർക്കുന്നത് അറിയാലോ. അത്രയുണ്ട്. യോനി എല്ലാം യോനി മര്യാദ ബിരിയാണി ഉണ്ട്. നമ്മുടെ കുറേ ബാക്കി കാര്യങ്ങൾ ഇതാവും ഫുഡാവും. ഇതിന് ഫുഡ് അതിലെല്ലാം ഫുഡ് പകുതി അതിലും ഫുഡ്. ഫുഡിൽ നോക്കി ഈ കോച്ചിലുണ്ട് പകുതി ആൾക്ക് തിന്നാതാണ് നമ്മൾ കൂറ പറയുന്നത്. അത്താഴത്തിന് നമുക്ക് എല്ലാവരും വിളിച്ചിട്ട് കൊടുക്കാം. ഫുഡിൽ കഴിച്ച് മല നിസ്കരിക്കാൻ കഴിഞ്ഞ് നിസ്കരം നിസ്കരിക്കാൻ വേണ്ടി വെയിറ്റ് ആക്കാൻ വേണ്ടി പാനി പോയിക്കൊണ്ടുണ്ട്. രാജേട്ടൻ്റെ ഒരു പേടിച്ച് ഉറങ്ങാൻ കിടന്ന അസ്കർ പറഞ്ഞ അസ്കറിന് കുറെ പിടിപാടുണ്ടെന്നാണ്. നോക്കാം. അസ്കർ എത്തി. അസ്കറെ ഇങ്ങനെ പേടിക്കുന്ന ഒരാളൊക്കെ കണ്ടിട്ടാവാ. ടക്ക് ടക്ക് ആക്കുമ്പോ അസ്കറിന് പേടിയാണ്. ട്രാൻസ്ജെൻഡർ അവിടെ ഉണ്ട്. അസ്കറിയുടെ മന ഉറങ്ങുന്നുള്ളതാണ്. എല്ലാത്തിലും ഫുഡ് ഇടണ്ട. അറ്റ്ലാസ് അസ്കർ കൊടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടിയുള്ളൊരു കാര്യമാണ് വാഷ്റൂം എങ്ങനെ ഉണ്ടാവും, ബാത്റൂം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നുള്ള ട്രെയിനിൻ്റെ ബാത്റൂം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം ക്ലീൻ ഉള്ളതാണ്. നോർമലും ബാക്കിയൊക്കെ ട്രെയിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ക്ലീൻ ഉള്ളതാണ്. വലിയ ക്ലീനൊന്നുമില്ല, എന്നെങ്കിലും അത്യാവശ്യം ക്ലീൻ ഉള്ളതാണ്. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും ഒന്നും പറയാനുണ്ടാവില്ല. രാവിലെ ആകുമ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, നേരെ നിസ്കരിച്ച് കിടന്ന് ഉറങ്ങണം. രാവിലെ ആകുമ്പോഴേക്കും പൻവേലെത്തുമായിരിക്കും. പൻവേലെത്തും 7-8 മണിയാകുമ്പോൾ. ട്രെയിനൊക്കെ നല്ല ചൂടാണ്. പിന്നെ നമ്മൾ മറ്റൊന്ന് രാവിലെയാണ് ന്യൂഡൽഹി എത്തുന്നുള്ളത്. അതുവരെയും ഫുൾ ട്രെയിനിലായിരിക്കും. അപ്പോൾ ഇനി ഇതൊന്നുമില്ല, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാവുന്നത്. ഇനി അടുത്ത വീഡിയോ ട്രെയിനിലെ വൈബായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.